വാഹന പരിശോധനയ്ക്കായി സ്മാർട്ട് ഫോൺ വാങ്ങാൻ ലക്ഷങ്ങൾ ചിലവിട്ട മോട്ടോർ വാഹന വകുപ്പ് 284 സ്മാർട്ട് ഫോണുകൾ വാങ്ങാനായി 71 ലക്ഷം രൂപയാണ് ഗതാഗത വകുപ്പ് അനുവദിച്ചത്. പ്രിന്റിംഗ് നിലച്ചതോടെ ഡ്രൈവിംഗ് സംബന്ധിച്ച രേഖകൾ വിതരണം ചെയ്യാത്ത വകുപ്പാണ് യാത്രക്കാരെ പിഴയിടാനുള്ള പുതിയ വഴികൾ തേടുന്നത്. മോട്ടോർ വാഹന വകുപ്പ് പരിശോധനയ്ക്കായി സ്ഥാപിച്ച AI ക്യാമറകളുടെ പ്രവർത്തനവും RTO, ജോയിന്റ് RTO ഓഫീസുകളിലേക്ക് നൽകിയ പോസ്റ്റ് മെഷീനുകളും കാര്യമായ പ്രയോജനമില്ലാതിരിക്കുകയാണ് വാഹന പരിശോധനയ്ക്കായി പുതിയ സ്മാർട്ട് ഫോണുകൾ വാങ്ങുന്നത്. AI ക്യാമറകളുടെ പ്രവർത്തന ചുമതലയുള്ള കെൽട്രോണിന് നൽകാനുള്ള പണം കുടിശ്ശികയായതും പോസ്റ്റൽ ചാർജിന്റെ അടവ് മുടങ്ങിയതുമാണ് AI ക്യാമറകളുടെ പ്രവർത്തനം പ്രതിസന്ധിയിലാക്കിയത്. പോസ്റ്റ് മെഷീനുകളാകട്ടെ മിക്ക ഓഫീസുകളിലും ഒരിക്കൽ പോലും ഉപയോഗിക്കാതെ കെട്ടിക്കിടക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് 25,000 രൂപ പ്രകാരം 284 സ്മാർട്ട് ഫോണുകൾ വാങ്ങാനായി 71 ലക്ഷം രൂപ അനുവദിച്ച് ജനുവരി 31-ന് ഉത്തരവിറക്കിയത്. മോട്ടോർ വാഹന വകുപ്പിലെ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർക്കടക്കം വിതരണം ചെയ്യാനാണ് ഫോണുകൾ വാങ്ങുന്നത്. ഈ ഫോണുകളിൽ ചെല്ലാൻ അടക്കമുള്ള ആപ്പുകൾ കൂടി സജ്ജമാക്കി വാഹന പരിശോധന ഉഷാറാക്കാനാണ് മോട്ടോർ വാഹന വകുപ്പ് ലക്ഷ്യമിടുന്നത്. എന്നാൽ ഈ സംവിധാനങ്ങളെല്ലാം പോസ്റ്റ് മെഷീനുകളിലും ഒരുക്കിയിരുന്നതാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി മൂലം ഒക്ടോബറിൽ രജിസ്ട്രേഷൻ നടത്തിയ വാഹനങ്ങളുടെ അടക്കം RC ബുക്കുകൾ പോലും വിതരണം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോഴാണ് വാഹന പരിശോധന ശക്തമാക്കി പിഴ ഇനത്തിൽ പണം സ്വരൂപിക്കാനുള്ള നീക്കം. ഇതേസമയം സ്മാർട്ട് ഫോണുകളുടെ ഇടപാടിലൂടെ കമ്മീഷൻ അടിക്കാനുള്ള നീക്കം നടക്കുന്നതായും ആക്ഷേപമുണ്ട്. സുധീഷ് ഗോപാൽ, ജനം.